ഏട്ടത്ത് പേടിക്കൊന്നും വേണ്ട. ഒരു കിളി ഞങ്ങളങ്ങോട്ട് വന്നപ്പോൾ ഒരു കിളി പറഞ്ഞു. അത് ദേ ഇവരുടെ തൊട്ടടുത്ത് എവിടെ പോയി. അത് കേട്ട് പേടിച്ചതാ. കോപ്പന്റെ നല്ല ജീവനങ്ങ് പോയല്ലോ. അതിപ്പോ പെട്ടെന്ന് വന്ന് ആരായാലും പേടിച്ചു, ഒറ്റ പറഞ്ഞാലും പേടിച്ചേനെ. അത് കറക്റ്റ്. അങ്ങോട്ട് എന്തേലും ചോദിച്ചായിരുന്നോ? മതി ബാ പോവാം. അതെ, ഇവിടെ ഇതേപോലത്തെ പല ജന്തുക്കളും ഉണ്ടാവും. ഇനിയും കയറാനാണ് ഉദ്ദേശിച്ചത്. അത് ഞാൻ പെട്ടെന്ന് വന്നോണ്ട് പേടിച്ചല്ലേ. ശരി ബാ പോവാം. ഇവിടെ പല ഇതേപോലെ സാധനം ഇനി പേടിക്കില്ലേ? അതെ, കൈ പിടിക്കണോ? വേണമെന്നില്ല, ഞാൻ തന്നെ നടന്നോളാം. വേണ്ടേലും വേണ്ട, ഞാൻ പോവാ. ഓക്കെ ബൈ. പട്ടി, ഞാനിത് പറയാൻ നോക്കിയിരിക്കുവാണല്ലോ. പോവാം. ഇനിയിപ്പോൾ ഞാനെന്തിനാ ഇവിടെ നിൽക്കണം? എന്ത് രസമാണ്. ഇഷ്ടപ്പെട്ടോ? ഇവക്ക് എന്താ തന്നെയാണോ പണി? ഇനി എന്താ വല്ല പാറ്റേനും പല്ലിനെ കണ്ടോ? ഞാനാരെയും കണ്ടിട്ടില്ലത്. ഇവനെ എന്നെ പേടിപ്പിച്ച. ഞാൻ മലയൊക്കെ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. കള്ളം പറയുന്നോ? ഞാനെപ്പോഴാണ് ഇതിനെ പേടിപ്പിച്ചേ? ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചല്ലേ ഉള്ളൂ. പിന്നെ ഇങ്ങനെയല്ല വന്നിട്ട് ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കണം. മര്യാദക്ക് ചോദിച്ചാ പോരെ? ഞാൻ എല്ലാവരോടും ഇങ്ങനെ ചോദിക്കാറ്. അതേപോലെ തന്നെ ഞാൻ നിന്നോട് ചോദിച്ചത്. നീ മനഃപൂർവ്വം എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ചോദിച്ചത്. കാടിൻ്റെ ഉള്ളിൽ വെച്ചത്. നിന്നെ പേടിപ്പിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? നീ വല്ലതും കൊണ്ട തരുമെന്ന് എന്നോട് പറഞ്ഞായിരുന്നോ? ആടാ, ഞാൻ നിനക്ക് കൊണ്ടുതരാം. കുറച്ച് ഉണ്ട ഉരുട്ടി തരാൻ മതിയോ? നീ പോടി, നിന്നെ കൊണ്ട് എനിക്ക് നീ ഉണ്ട ഉരുട്ടിട്ട് വന്നിരുന്ന തിന്നാ മതി. ഒന്ന് നിർത്തുന്നുണ്ട് രണ്ടുപേരും. കുറെ നേരമായി തുടങ്ങിയിട്ട്. ഇത് ഒരു അമ്പലമെന്ന് ഓർത്ത് എങ്ങനെയൊന്നും മിണ്ടാണ്ടിരിക്കാവോ പ്ലീസ്? ഏട്ടത്തി പറഞ്ഞോണ്ട് ഞാൻ നിന്നെ വെറുതെ വിടുക, അല്ലെങ്കിൽ കാണാറുണ്ട്. ഏട്ടത്തി പറഞ്ഞോണ്ടായിട്ട് നീ വരാണ്ടിരിക്കണ്ട. കാണിക്കുന്നീ എന്താ നീ ചെയ്യാൻ പോണേ? എനിക്കൊന്ന് കാണണമല്ലോ. കാണിക്കുന്നീ. ഒന്നും നിർത്താനോ പറഞ്ഞേ. കിച്ചു നീ നടന്നേ. നീ കൊച്ചവൻ എന്താ എന്നോട് വന്ന് വഴക്കുണ്ടാക്കിയത്? മിണ്ടരുത്. കിച്ചു, ഞാൻ വണ്ടി എടുത്തോളാം. താക്കോടുക. എടാ കിച്ചു, നീ പുറകിലിരുന്നു. കാറ് നീ ഫ്രണ്ടിൽ കയറിപ്പോ. ബാക്കിലോ? ഈ വീടിന്റെ കൂടെ ഞാനിരിക്കത്തില്ല. ജീവിയുടെ നിന്റെ കെട്ടിയോളൂ. ഞാനും ഇരിക്കൂലേ ഈ മരപ്പൂത്തിന്റെ കൂടെ. എന്റെ കെട്ടിയോളെ പറയണോ? നാളെ നിന്റെ കെട്ടിയോളെ തന്നെ ഞാൻ പറഞ്ഞത്. നിന്റെ കെട്ടിയോള് ഒരു പിശാചാടാ. പിശാചിന് മറ്റവൻ. എന്റെ കെട്ടിയോളെന്നാലും പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ പറയാൻ ഇനിയും പറയും. നീ എന്നെ ചെയ്യും. എനിക്കൊന്ന് കാണണമല്ലോ. ഏട്ടത്തി എന്തോ? വീടിനെ ജീവനോടെ വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകും. അല്ലെങ്കിൽ ഞാനിപ്പോ ഇതിനെ കൊല്ലും. ഇങ്ങോട്ട് വാട്ട. നീ എന്നെ കൊല്ലാൻ. നീ കൊല്ലാൻ വരുമ്പോൾ ഞാൻ നിന്ന് തരാം. വേണ്ട, ആരും കൊല്ലണ്ട. ഞാൻ ബാക്കിലിരുന്നോളാം. സച്ചുവേട്ടാ, പറഞ്ഞോ. നമുക്കൊന്ന് വീട്ടിൽ നിന്നിട്ട് വൈകുന്നേരം പോയാൽ മതിയോ? എന്നാ വൈകുന്നേരം പോവാം. അപ്പം ഞാനും ചെയ്യും. എന്നാൽ ഞാൻ വീട്ടിട്ട് പോയിക്കോട്ടെ? വേണ്ട, നീയും വന്നു. നീയൊക്കെ അവിടെ നിൽക്കാമല്ലോ. അത് വേണ്ട, എനിക്ക് ഓഫീസിൽ പോകാനുള്ളതാ. അപ്പം നീയല്ലേ ഇന്നലെ പറഞ്ഞത് നീ ഇന്ന് ഓഫീസിൽ പോകണില്ലെന്ന്? പക്ഷേ ഇപ്പോൾ സാറ് വിളിച്ചിട്ട് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലണമെന്ന്. അപ്പം ഞാൻ വിട്ടു വരാം. ചുമ്മാ കിടന്നു വിട്ടിട്ട് കളിക്കണ്ട. നീ ഇന്ന് എങ്ങും പോകണില്ല. അവിടെ വന്ന് നിൽക്കും. വൈകിട്ട് പോരാലോ. ആടെ വെച്ച് നമുക്ക് വൈകിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാം. എന്നെ അവിടെ നിൽക്കണമെന്നില്ല. എന്നാലും ഞാനവിടെ വന്ന് നിൽക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒറ്റയ്ക്കാവെന്ന് മേടിച്ചിട്ടാണെങ്കിൽ അത് വേണ്ട. ഇവിടെ കുഞ്ഞാറ്റ ഇല്ലേ, അതിനേക്കാളും നല്ലത് ഞാൻ ഒറ്റയ്ക്കിരിക്കണേ. പ്ലീസ്. സ്ഥലം എത്തി, ഇറങ്ങിക്കോ. ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. നമുക്ക് പോകാം. എത്ര നാളായി അമ്മനെ കണ്ടിട്ട്? ഇന്നലെയൊക്കെ എപ്പോൾ കണ്ടേ?
വേണ്ട നിങ്ങൾ പോണ്. അമ്മേ എന്താ അവിടെ നിന്ന് എല്ലാം ഉണ്ടാക്കി പോന്നു? മോനും ഉണ്ടായിരുന്നു. ബാ വന്നിരിക്കും മക്കളെ, ചായ എടുക്കാം. അമ്മ അവിടെ ചെന്ന് ഇരിക്കേ. അച്ഛനെന്തേ അമ്മ? കഴിക്കാനൊന്നും ഇല്ലേ? എനിക്ക് വിശന്നിട്ട് വയ്യ, എന്തേലും തായോ? അച്ഛൻ പണിക്ക് പോയി. എന്തെങ്കിലും എടുത്ത് കഴിച്ചോ? ഇത്ര നേരത്തെയോ? പറഞ്ഞാ പോയി, പോരാന്നും പറഞ്ഞാ പോയെ. നിങ്ങളൊന്നും ഇവിടെ നിൽക്കുവാണോ? അതൊന്നും പോവോ? ആ അമ്മ വൈകുന്നേരം ആകുമ്പോൾ പോവും. അയ്യോ, അമ്മേനെ വിളിച്ച് പറഞ്ഞിട്ടല്ലോ. ആ ഞാൻ അമ്മേനെ വിളിച്ച് പറഞ്ഞിട്ട് വരാം. മേഡം അവിടെ ഒന്ന് നിന്ന് നിൽക്കാലോ. എന്താണാവോ? നീ എന്താ ചെക്കനെ വിളിക്കാണ്ട് കയറിപ്പോന്നേക്കണേ? അതിൻ്റെ അടുത്ത് അതും കണ്ടു. എനിക്ക് സൗകര്യമില്ല അവനെ വിളിച്ചോണ്ട് വരാൻ. എന്താടി നിനക്ക് അവനെ വിളിച്ചോണ്ട് വന്ന? പോയി വിളിച്ചോണ്ട് വരി. അമ്മക്ക് എത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ അമ്മ പോയി വിളിച്ചു. ഞാൻ പോകും. ദൈവം, ഈ പെണ്ണെന്താവും ഇങ്ങനെ പോയ? മോനെ ഇങ്ങോട്ട് വാ. ആ അതെ വന്നു. ഡി മുറിയുടെ അകത്ത് കയറി അതിൻ്റെ അടുത്ത് ശരിക്കാണ്ട് പോയി വല്ലതും ഇത് കഴിക്കാൻ എന്തെങ്കിലും മേടിച്ചോണ്ട് വാ. അമ്മേനെ കൊടുത്ത് കേൾക്കൂല. ഇവിടെ ഉണ്ടായിരുന്ന വാഹനം. ആ ജീവിട് ഇങ്ങോട്ടാ. ഇങ്ങോട്ട് രണ്ടുപേരും എന്താ? നിങ്ങൾ രണ്ടുപേരും കൂടി എവിടെ പോണം? ഞാൻ എന്തെങ്കിലും കഴിക്കാൻ മേടിക്കാൻ പോവാ. ഇവരെങ്ങോട്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഈ ചീവീട് എവിടെയുണ്ടോ അവിടെ ഞാനും ഉണ്ടാവും. ചീവീട് നിന്റെ മറ്റോള്. നിന്നോട് ഞാൻ പറഞ്ഞതാട്ടോ എന്നെ മറ്റോള് വിളിക്കരുതെന്ന്. ഏയ് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അവൾ ആദ്യം വിളിച്ചത് എൻ്റെ കെട്ടിയോളായിരുന്നു. അപ്പോഴാണ് നീ പറഞ്ഞ അങ്ങനെ വിളിക്കില്ലെന്ന്. നിങ്ങളെന്താ അവർ തമ്മിൽ കളിക്കുവാണോ? മിണ്ടാണ്ടിരുന്നേ. സത്യം പിന്നെ പറയണ്ടേ? ഇനി കൂടുതൽ സത്യം പറയാനാ നാക്ക് അവിടെ വേണമെന്നുണ്ടെങ്കിൽ മിണ്ടാണ്ടിരുന്നോ. എന്താണ് പ്രേമിച്ച് കെട്ടലെന്ന് പറയണ? ഒരു ബഹുമാനമില്ല. നിങ്ങൾക്കിനി വേറെ കെട്ടണോ? കെട്ടണോ പറ. കൊച്ചു വേണ്ട വേണ്ട. രക്ഷപ്പെട്ടു. നമുക്ക് കടയിൽ പോയാലോ? നമുക്കോ? ഞാൻ തന്നെ പൊക്കോളാം. നീ എവിടെ നിന്ന് വന്നേ? പക്ഷെ അങ്ങനെ പറയല്ലേ, ഞാനും വരാന്നേ. എസ്കേപ്പ്. അതെ അമ്മ പേടിക്കണ്ട, ഞാനാ. എന്താണാവോ? സോറി. വെറുതെ വെച്ചിരിക്കുന്നു ചെല്ലി. പിണക്കാണോ? ഏയ് ഒട്ടുമില്ല. ഞാനെങ്ങനെയാ നിന്നോട് പിണങ്ങണ്? എന്നാടി? ചെറുതായിട്ട് ആക്കി പറഞ്ഞ പോലെ തോന്നുന്നു. ഞാനെങ്ങനെ പറയൂ? നമുക്ക് പോവാം. എങ്ങോട്? എങ്ങോടേലും. നിനക്കൊരു ചൊറയോടെ 5 മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റൂലേ? നാക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ ഇത്ര നേരം ഉണ്ടാഞ്ഞ്? ബിക്കോസ് ഞാൻ ഒരു പാടി വെളുകുമ്പോൾ പോലാണ്ട് നടക്കുമല്ല. ആർക്കടി വെളുകും പോലും ഇല്ലാതെ? ഞാൻ നോക്കിയിട്ട് എൻ്റെ മുമ്പിൽ വേറെ ആരും ഇല്ല. പട്ടി പട്ടീന്നൊക്കെ നീ എൻ്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി. ഞാൻ പോണു. കിച്ചു, ഇതെന്താ ഇങ്ങനെ? കിച്ചു എന്താടാ? എടാന്നു. പിന്നെ ഞാൻ എന്താ വിളിക്കണ്ടേ? എന്താ കാര്യം എന്ന് വെച്ചാൽ പറ. കൊല്ലരുതാ. ഫോണൊന്ന് തരുമോ? എന്നാ കൊണ്ടുപോയി തിന്ന്. ചേട്ടനാണ് പോലും ചേട്ടൻ. ഇതിപ്പോ ആർക്കാ പ്രശ്നം? എന്നാ കൊണ്ടുപോയാലും കൊടുക്ക്. എന്താ പറ്റി? ഹായ് ആൻറ്റി. മോനും അവളുടെ കൂടെ പോയോ? ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കണ്ടല്ലോ. മോനും അവളുടെ കൂടെ പോയിരുന്നോ? ആൻറ്റി അങ്ങോട്ട് കൊണ്ട് തന്നോളാം ചായ. മഴ
അയാൾ ഇവിടെ ഉണ്ടോ? പേടിപ്പിച്ചാനാ? ദൈവമേ പേടിച്ചേക്കണേ. അമ്മ നീ എന്നെ മൂടി, ഞാൻ ചെയ്യൂല സത്യം. രാവിലെ തൊട്ട് തുടങ്ങിയതാണ്. താങ്ക് യു. ഇനി എന്നെ പേടിപ്പിക്കാൻ വരുമ്പോ ഇത് ഓർത്തിട്ട് വേണം. നീ എന്തിനാ ഇപ്പൊ ഓടുവന്നേ? ആൻറ്റി പറഞ്ഞു ഞാൻ താഴെ ഇരുന്ന് ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ, നിൻ്റെ അടുത്ത് വന്നിരുന്നോളാം. ഹലോ. ആ പാറോ, എടി അവനെന്തി? അങ്ങനെ രണ്ടൊക്കെ ഫോൺ വിളിച്ചുകൊണ്ട് നടപ്പുണ്ട്. ഞാൻ പിന്നെ ചോദിക്കാൻ ചെന്നില്ല. അയ്യോ, ചോദിക്കാൻ മറന്നുപോയി. നിങ്ങൾ വല്ലതും കഴിച്ചായിരുന്നോ? ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നത്. കുഞ്ഞാറ്റ എന്തിയെ? മുറിയിലുണ്ട്, ചെല്ല്. എന്നാ ചവിടെ തന്നെ നോക്കാം. അല്ല, ഞാൻ പോയിട്ട് പിന്നെ വന്നാൽ മതിയോ? കൊച്ചിനെ എന്നെ പറ്റി ഇങ്ങോട്ട് പാ. ദൈവമേ പ്ലീസ്, ഈ കണ്ണൊന്ന് സ്വപ്നമായിരിക്കല്ലേ. ഒരാളെയും കൂടി കാണണല്ലോ. ഏട്ടൻ എന്തി? ഏട്ടൻ ആരെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക. ഏട്ടൻ നമ്മുടെ ഏട്ടത്തിക്കുട്ടിയെ ചതിച്ചു കളഞ്ഞോ? തിരിച്ചു പേടിക്കണ്ട, പറഞ്ഞതാ. എന്നാലും ഒന്ന് ശ്രദ്ധിച്ചോ. ചേട്ടന് പണ്ടൊരു രക്ഷയായിട്ട് നല്ല ടൂലപ്പായിരുന്നു. ഹലോ, ഇവൻ പറയണ കേട്ടിട്ട് അധികം ചിന്തിച്ച് കൂട്ടണ്ട. ഇതിന്റെ പേരിൽ തന്നെ ഞാൻ ചേട്ടനോട് വഴക്കുണ്ടാക്കാൻ നിൽക്കരുത്. അതൊന്നും എനിക്ക് ആലോചിക്കണം. കിട്ടണത് അത് നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല ജീവിയുടെ. നീ പെണ്ണ എവിടെ പോണു? ചായ കുടിച്ചിട്ട് പോവാ. വേണ്ട. ദൈവമേ, എന്നെ പറ്റി. പിള്ളേരെന്നാ ചായ? ഡീ, അവളെന്തിനാ അടി ഇറങ്ങി ഓടിപ്പോയേ? സത്യം പറ, നീ എന്നാ കൊച്ചുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തേ? അല്ലാണ്ട് അവളെന്തിനാ പറഞ്ഞു ഓടണേ? നീ അല്ലാണ്ട് വേറെ ആരും അങ്ങനെയൊന്നും പറയില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അതാണ്ടാ കിടക്കണം. വീട്ടിൽ നീ എങ്ങോടെങ്കിലും ഇറങ്ങി പോകും. നീ ഇറങ്ങി പോകണ്ട, ഞങ്ങൾ നിന്നെ കെട്ടിച്ചു വിട്ടാ പോരെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ. നിന്റെ അമ്മ ഇവിടെ ഒന്നും വന്നെ. നീ പോലെ ഈ ചായ കൂടി കുടിച്ചിട്ട് പോക്കോ. എനിക്ക് വേണ്ട, അതും കൂടി എടുത്ത് അവിടെ വാട്ടി ഒഴിച്ചു കൊടുത്തേക്ക്. എൻ്റെ ദൈവം, ഇതേപോലൊരു സാധനം. നീ ചായ കുടിക്ക്. ഹലോ. ഹലോ. ഞാൻ പോവാട്ടോ. സമാധാനം. അതെ, ഞാൻ പോവാന്ന്. ആയിക്കോട്ടെ, ചെല്ല്. ചീവീട് ഇവിടെ നിന്ന് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. നിനക്ക് ഇടയ്ക്ക് അങ്ങോട്ട് വരാൻ പാടില്ലേ? ചീവിടുണ്ട്, പക്ഷെ കൺട്രോൾ. അവിടെ വന്നിട്ട് എന്തിനാ എൻ്റെ ഉള്ള സമാധാനോട് പോവാനാ? ഏട്ടത്തി ഉണ്ടല്ലോ അവിടെ, അപ്പം നിനക്ക് വന്ന് നിൽക്കാൻ പാടില്ലേ? നിനക്ക് നല്ല കൂടാനല്ലേ. ഏട്ടത്തിന് വിളിക്കാൻ കോളേജ് പോയി തുടങ്ങുമ്പോൾ ഞാൻ അങ്ങോട്ട് വന്നോളാം. അന്നേരം നമുക്ക് തല്ലുകൂടാട്ടോ. അത് മതി. അപ്പോൾ ഓക്കെ, ബൈ. കൊച്ചി ടാറ്റ. അമ്മ അച്ഛ പോവാട്ടോ. ഞാൻ പിന്നെ ഒരു ദിവസം വരാം. അതെ, ഞാൻ നിന്നോട് കുറേ നേരം ചോദിക്കണോ എന്താ പ്രശ്നം? നീ എവിടെ വെച്ചു എന്നോട് മിണ്ടുണ്ടായില്ല. നിങ്ങളാരെയും വിളിച്ചോണ്ടിരുന്നത്? അതോ, അത് ലക്ഷ്യേനെ, ഞങ്ങളുടെ കമ്പനിയിലുള്ളതാ. ഇതാരാവിന് പുതിയ അവതാരം? അവൾക്ക് സംശയം തീർത്തു കൊടുക്കാൻ നിങ്ങളാര്? കമ്പനിയിലെ സാറോ? അല്ലടി, ഞങ്ങൾ ഒരുമിച്ച് വർക്കൊക്കെ ചെയ്യാറ്, അതാണ്. അവളെന്നെ കുഞ്ഞു മാവ. അവൾക്ക് ഇതുവരെയായിട്ട് കമ്പനിയോട് വർക്കൊന്നും ചെയ്യാൻ അറിയാൻ പാടില്ലേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആരാ രക്ഷ? രക്ഷയോ? അങ്ങനെയല്ലേടാ? അതെ ഏട്ടത്തി, അത് തന്നെയാ.
ഓഹോ, അപ്പൊ ഈ പട്ടിക്കൊണ്ടതാലേ. എടി, ഞാനത് 5ാം ക്ലാസ് പ്രേമിച്ചോണ്ടിരുന്ന പെണ്ണാ. തൽക്കാലത്തേക്ക് ഞാൻ ക്ഷമിക്കുക. അല്ല, ശരിക്കും ഞാൻ എന്താ ചെയ്തപ്പോ വഴക്കുണ്ടാക്കാൻ? നിങ്ങൾ വരാൻ വൈകണം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിനി ഇനി വൈകിട്ടായിരിക്കും വരുവുള്ളൂ എന്ന്. അച്ഛൻ എന്തിയെ അമ്മ? അച്ഛനെന്ന് വരാൻ വൈകും. കിച്ചു എന്തിയെ? അവൻ വന്നിട്ടായിരിക്കുന്നു. അമ്മ, ഞാൻ കിടക്കാൻ പോവാട്ടോ. എന്നെ പറ്റി മോൻ വല്ലാണ്ടിരിക്കണ്ടല്ലോ. എന്നാന്നറിയില്ല, എനിക്ക് തലവേദന എടുക്കണം. എന്നാ പോയി കിടന്നു. അല്ല, കഴിച്ചിട്ട് പോകണ്ടോ? വേണ്ടമ്മ, എനിക്ക് വിശക്കണില്ല. നിങ്ങൾ കഴിക്കണ്ടോ ഇനി? എനിക്ക് വേണ്ടമ്മ, ഞാൻ കിടക്കാൻ പോവാ. എന്നെ ഇങ്ങനെ നോക്കണേ? എന്തോന്നാ, കഴിച്ചോ? അങ്ങനെ കഴിക്കാൻ ഞാൻ കഴിച്ചിട്ട് വന്നാ പോരായിരുന്നോ? നീ കഴിക്കാത്തോണ്ട് കഴിക്കാൻ തോന്നണില്ല. എന്നെ പറ്റി പെട്ടെന്നൊരു തലവേദന. ഞാൻ നേരത്തെ എണീറ്റേൻ്റെ അങ്ങനെ സാധാരണ ഈ ടൈമിലല്ലല്ലോ എണീക്കണേ. ടാബ്ലറ്റ് വേണോ? എന്തിനൊന്ന് കിടന്നാ മാറിക്കോളും. എന്നാ കിടന്ന ലൈറ്റ് ഓഫ് ചെയ്യട്ടെ? ഷട്ടരയോ, എന്നെ ദൈവമേ. ആ മോളെ തലവേദന പറഞ്ഞോ? അത് കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മാറി. എന്നാ ചായ കുടിക്ക്. ഞാൻ ഏട്ടന് ചായ കൊടുത്തിട്ട് വരാം, എന്നിട്ട് ഞാൻ കുടിച്ചോളാം. സച്ചുവേട്ട, എണീക്ക്. എണ്ണി. എന്നിട്ട് ഈ ചായ കുടിച്ചേ. നീ ഇന്നലെ എത്ര നേരത്തെ എണീറ്റ് പോയേ? നേരത്തെ സമയം എത്രയെന്ന് വല്ല അറിയോ? ഈ ചായ കുടിച്ചിട്ട് താഴത്തോട്ട് ഇറങ്ങിപ്പോരാ, ഞാൻ പോവാ. വിട്ട് ഞാൻ പോട്ടെ. ഇച്ചിരി നേരം കിടക്ക്. വേഗം എണീറ്റ് വന്നാൽ എന്തെങ്കിലും കഴിക്കാം. അതിപ്പോൾ വൈകിയാലും കുഴപ്പമൊന്നുമില്ല. ബട്ട് എനിക്ക് പ്രശ്നമുണ്ട്. വൈകുന്നേരമാകുമ്പോൾ താഴത്തോട്ട് ഇറങ്ങി പോരാട്ടോ. ഓ ശരി മേഡം. ഗുഡ് മോർണിംഗ് ഈട്ടത്തിക്കുട്ടി. ഗുഡ് മോർണിംഗ്. എന്നെ പറ്റി മുഖത്തൊരു വാട്ടം? തലവേദന മാറിയില്ല? തലവേദന ഒക്കെ മാറി. ഇത് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് എൻ്റെ മോവല്ലാണ്ടിരിക്കണം. അല്ല, നിനക്കിന്ന് ഓഫീസിൽ പോകണ്ടേ? വല്ലപ്പോഴും അല്ലേ ലീവ് കിട്ടണം, സോ ഞാനത് മുതലെടുത്തു. ഹാഫ് ഡേ ലീവ് പറഞ്ഞിപ്പോ. എന്നാ ചായ കൂടി. ഞാനിവിടെ വെച്ചതാരോടി? എന്ത് എടി, ഞാനിവിടെ അലക്കി തേച്ച് മടക്കി വെച്ച എൻ്റെ ഷർട്ട് കാണാനില്ല. അതിനൊന്നും എൻ്റെ ഷർട്ടാ കാണാണ്ട് പോയേ. അല്ല, ഞാൻ കുറച്ച് പേരെയൊക്കെ വിളിച്ചു കൂട്ടി. എൻ്റെ ഭർത്താവിൻ്റെ ഷർട്ട് കാണുന്നില്ല, അതൊന്ന് കണ്ടുപിടിച്ച് തരണമെന്ന് പറയണോ? ഞാൻ തേച്ചിട്ടെടുത്ത് വെച്ചതാ. ഞാനിട്ടുണ്ട് നടക്കുക. അല്ല, തേച്ചിട്ടേ ആ ടേബിളിൽ തന്നെയാണ് വെച്ചേക്കണത്. അത് ഇങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നു. അവിടുന്ന് എടുത്തില്ല. ഒരു സാധനം നോക്കില്ല, എന്നിട്ട് ഇങ്ങോട്ട് വന്ന എന്തേലുമൊക്കെ പറഞ്ഞാൽ മതി. അതെ, വന്നൊരു 5 മിനിറ്റ്. സോറി, ഞാൻ വൈകിപ്പോയോ? ഞാൻ ഫോൺ വിളിച്ചിട്ടെങ്കിലും എടുത്തുകൂടായിരുന്നോ? ഫോൺ സൈലന്റാ. കിണിച്ചോണ്ടിരിക്കാണ്ട് നടക്ക്. ഞങ്ങൾക്ക് ഇനി തൊട്ട് സ്പെഷ്യൽ ക്ലാസ് തുടങ്ങുക. നിങ്ങൾക്കും ഉണ്ടോ? ഞങ്ങൾക്കും ഉണ്ടല്ലോ. ഹലോ നക്ഷത്ര.